നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിലെത്തി. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിലെ പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റും സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പരിശോധനയ്ക്കെത്തിയത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് നടക്കുന്നത്. ഇവിടെ ഇതിനായുള്ള സൗകര്യങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി കൂടിയായിരുന്നു കളക്ടറുടെ സന്ദർശനം. മണ്ഡലതല റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ജില്ലാ കളക്ടറും പട്ടാമ്പിയിലെത്തിയത്. 2024 ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് എല്ലാ സൗകര്യങ്ങളും പോളിംഗ് ബൂത്തുകളിൽ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ സെന്ററുകളിലൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നീലകണ്ഠ കോളേജിൽ വന്നത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, പോളിംഗ് മെറ്റീരിയൽ, പോളിംഗ് മെഷീൻ ഡിസ്ട്രിബ്യൂഷനും റിസപ്ഷനും നടക്കുക നീലകണ്ഠ കോളേജിൽ നിന്നാണ്. പലവട്ടം പരിശോധനകളും ഉറപ്പാക്കലൊക്കെ നടന്നതാണ്. എങ്കിലും DO എന്നുള്ള നിലയിൽ ഒന്നുകൂടി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തുന്നതിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും സ്വച്ഛമായിട്ട് ഇലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ ജില്ലയിൽ ഒരുക്കുന്നുണ്ട്. കളക്ടർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ, പട്ടാമ്പി തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥരായ ടോം, സെയ്ദ് മുഹമ്മദ്, KC കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തിയിലുള്ള ചെമ്പ്ര എസ്റ്റേറ്റിൽ വീണ്ടും കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതി രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാഗലശ്ശേരി വില്ലേജിലും തിരുമറ്റക്കോട് വില്ലേജിലുമായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി കോറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. രാവിലെ 10 മണിക്കാണ് മാർച്ച് ആരംഭിക്കുക എന്ന് സമരസമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ തോട്ടഭൂമിയാണെന്നുള്ളത് ഞങ്ങൾ ജനകീയ സമരസമിതി കുറെ കാലമായി പറഞ്ഞു വരുന്നതാണ്. ഇത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ 2023 മെയ് മാസത്തിൽ ഇത് സംബന്ധിച്ച് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാക്കി കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നതാണ്. യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വീണ്ടും നവകേരള സദസ്സിൽ ഈ ജനകീയ കമ്മിറ്റിയും സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറും പരാതി കൊടുത്തിരുന്നതാണ്. ഇത് സംബന്ധിച്ച് ജനുവരി മാസത്തിൽ പട്ടാമ്പി തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് ഈ ഭൂമി 81-ാം വകുപ്പ് പ്രകാരം എക്സംഷൻ കൊടുത്ത തോട്ടഭൂമിയാണെന്നാണ്. തോട്ടഭൂമിയിൽ എക്സംഷൻ കൊടുത്ത തോട്ടഭൂമികളിൽ കോറി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് 81-ാം വകുപ്പിൽ വളരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ. ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും കേസുണ്ടായിരുന്നു. സുപ്രീം കോടതി 2019 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് പ്രകാരം ഈ ഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല, തോട്ടഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല. ഇതൊക്കെ നിലനിൽക്കെ തികച്ചും നിയമവിരുദ്ധമായി ഈ കോറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ജനകീയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ വീണ്ടും കോറി പുനരാരംഭിക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിയമവിരുദ്ധമായാണ് ഇപ്പോൾ കോറി വീണ്ടും ആരംഭിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഈ ഉത്തരവ് കിട്ടിയത് തന്നെ പാലക്കാട് കളക്ടറോട് ചോദിച്ചപ്പോൾ കളക്ടർ ആലപ്പുഴ ചേർത്തല ലാൻഡ് ബോർഡിലേക്ക് എഴുതി ഇങ്ങനെ ഒരു രേഖ അവൈലബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി. പക്ഷെ ഞങ്ങളത് അന്വേഷിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് പോയി അതിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അത് ബഹുമാനപ്പെട്ട കളക്ടറുടെ വീട്ടിൽ പോയി ഞങ്ങൾ കൊടുത്താണ്. കളക്ടറെ നേരിട്ട് കണ്ട് കളക്ടറെ കൈ കൊടുത്താണ്. കളക്ടർ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് അത് കൊടുത്തതാണ്. അത് കഴിഞ്ഞ 2023 മെയ് മാസം 17-ാം തീയതി കൊടുത്തതാണ്. അപ്പോൾ 9 മാസത്തോളമായി. കളക്ടർ അതിനുള്ള യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കളക്ടർക്കെതിരെ. ഇതിൽ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലും ഇതേവരെ നടപടികളൊന്നും ആയിട്ടില്ല. കോടതി ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായി. 19/12 ജില്ലാ കളക്ടർക്കും ജില്ലാ ജിയോളജിസ്റ്റ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി,
ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവായിരുന്നു. അപ്പം അത് നാഗലശ്ശേരി പഞ്ചായത്തിൽ നോട്ടീസ് കിട്ടിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുപോലെ അടുത്ത ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇവർ ഹൈക്കോടതിയുടെ വേറൊരു ഉത്തരവും കൊണ്ട് വന്നിരിക്കുകയാണ്. കോറി ഉടമകൾക്ക് അനുകൂലമായ നിലപാടുകളാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇത്തരം സമീപനങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ മാർച്ച് നടത്തുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി രക്ഷാധികാരി പ്രദീപ് മേനാത്ത്, കൺവീനർ കെ ഗോപിനാഥൻ, സി ജയകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പോലീസ് ചമഞ്ഞ വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലാണ് അറസ്റ്റിലായത്. 2023 ഡിസംബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മൂക്കിലപ്പീടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നുകളയുകയുമായിരുന്നു. ഖാദർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പാസ്പോർട്ടും വിസയും കൈക്കലാക്കി പണം തട്ടിയെടുക്കുന്നതിനായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നാണ് കരുതുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് സെഷൻസ് ഹൈക്കോടതികളിൽ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു. കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് എരുമപ്പെട്ടി SI C ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. SI C ശ്രീകുമാർ, ASI AV സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ PH നൌഷാദ്, രാഹുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. നാളെ മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ, ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് തുറന്ന് പ്രവർത്തിക്കുക. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം. മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നമുണ്ടാക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സർവർ ഓവർലോഡ് ഒഴിവാക്കുന്നതിനും റേഷൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ അറിയിച്ചു. ശിവരാത്രി ദിനമായ മാർച്ച് 8-ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. വല്ലപ്പുഴ ചൂരക്കോട് പള്ളിപ്പടി ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ക്വാറിക്ക് ലൈസൻസിയായി വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ച് നൽകിയെന്നും ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം. കരിങ്കൽ ക്വാറി ലൈസൻസിന് വ്യാജ സ്കെച്ച് നൽകിയ വല്ലപ്പുഴ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുക, കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് കരിങ്കൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം സമരസമിതി രക്ഷാധികാരി MM മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥ ഈ മനുഷ്യർക്ക് നേരിടേണ്ടി വന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ്
നമ്മുടെ കേരളത്തിലെ റവന്യൂ വകുപ്പും കോറി മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ചയ്ക്ക് നമ്മുടെ കേരളം വിധേയമാക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക. ഒട്ടേറെ മനുഷ്യ താമസിക്കുന്ന ജനവാസ മേഖലയായ ചൂരക്കോട് പള്ളിപ്പടിയിൽ സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് താലൂക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയുടെ പേരിൽ ശ്രീ സുകുമാരൻ ലൈസൻസിയായി ജനവാസ മേഖലയിൽ ഒരു കോറി ആരംഭിക്കുന്നു. ആ കോറിയുടെ നടത്തിപ്പ് ഇവിടെ ഈ സമരത്തിന് വന്നിട്ടുള്ള പല ആളുകളുടെയും മക്കളോ കുടുംബങ്ങളോ ബന്ധുക്കളോ ആണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ധാർഷ്ട്യത്തോടുകൂടി ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ ഈ ശ്രീ സുകുമാരന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ തന്നെ 4 കോറികളുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ സാലിമ സിദ്ദീഖ്, സമരസമിതി ചെയർമാൻ അഷറഫ് ചുങ്കത്ത്, കൺവീനർ അബ്ദുള്ള, ട്രഷറർ മുഹമ്മദ് എന്ന മണി, മുജീബ്, ഗഫൂർ കുന്നത്തെ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.